കീർത്തന. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സെലിബ്രേഷൻ ഡേ വ്ളോഗ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ വീക്കെൻഡ് ഡേ വ്ളോഗ് എന്ന് കൂടി പറയാം. അപ്പോൾ ഒരു ദിവസത്തെ കുറെ ഇൻസിഡൻസ് കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്, കുട്ടി വ്ളോഗാണ്, കണ്ടു നോക്കൂ. ഗായ്സ്, ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റി കെയറിന്റെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ ആയിട്ട് പോയി. പൊപ്പ തെറാപ്പിക്കായിട്ട് പോകുന്ന സെന്ററാണ് കേട്ടോ. അവിടെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടർ കവിത ജോർജ് മാമിന്റെ വെൽക്കം സ്പീച്ചിന് ശേഷം നമുക്ക് പാരൻസിനായിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഡോക്ടർ നിവേദിത നായർ സീനിയർ OTയുടെ ക്ലാസ് ആയിരുന്നു കേട്ടോ. മാമിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. മാം ഒരു മഹാരാഷ്ട്രീയനാണ്, പക്ഷെ നല്ല രീതിയിൽ മലയാളം സംസാരിച്ചിരുന്നു കേട്ടോ. മാമിൻ്റെ ക്ലാസ്സിന് ശേഷം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൻ്റണി ജേക്കബ് സാറ് നമ്മളോട് സംസാരിച്ചു, കുറച്ച് അവയർനെസ് ഒക്കെ തന്നു കേട്ടോ. അതിനുശേഷം ഒരു ബ്രേക്ക് ആയിരുന്നു. നമ്മൾ സ്നാക്സും ചായയൊക്കെ കുടിച്ചു. യൂഷ്വലി ഞാൻ ചായ കുടിക്കാത്തതാണ്, പക്ഷേ ഇങ്ങനത്തെ ഒക്കേഷനിലുള്ള ചായ ഞാൻ കുടിക്കും, ഏലക്കായൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ അതാ മക്കൾ അവരുടെ മുഖത്തൊക്കെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തെറാപ്പിസ്റ്റിൻ്റെ ഒപ്പം. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നു. ചായയൊക്കെ കുടിച്ച് അവർ തിരിച്ചു പോയി. പിന്നെ നമുക്ക് യോഗ ട്രെയിനിങ് ആയിരുന്നു കേട്ടോ. ജസീറ മാം ആണ് നമുക്ക് ട്രെയിൻ ചെയ്യിക്കുന്നത്. നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ടാണ് യോഗയൊക്കെ ചെയ്തത് കേട്ടോ ഞങ്ങൾ. അതിനുശേഷം മക്കളുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ ചിന്തയും കൂടിയിട്ടുണ്ട് കേട്ടോ. ചിന്ത പിന്നെ അവിടുത്തെ എല്ലാ പ്രോഗ്രാംസിനും കൂടെ വരും, തെറാപ്പിക്ക് കൂടെ വരും. അങ്ങനെയാണ്. ചിന്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ, അവിടുത്തെ ആംബിയൻസും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ ആക്കി പോരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടെ കൂട്ടു കേട്ടോ. അങ്ങനെ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മേലെ പെർഫോം ചെയ്തിട്ട് പിന്നെ താഴെ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. തണലിൻ്റെ കുടുംബസംഗമം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുന്നത് തടാകത്തിൻ്റെ ബിൽഡിങ്ങിലാണ്. തടാകം മെഡിക്കൽ സെൻ്ററിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ തന്നെ തണലിൻ്റെ കീഴിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് താഴെ. പിന്നെ മേലെയാണ് തെറാപ്പി സെൻറ്റർ വരുന്നത്. അപ്പോൾ ആദ്യം തണലിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു സെൻറ്റർ, പിന്നെ കമ്മ്യൂണിറ്റി കെയർ ഏറ്റെടുത്ത് നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സ്പീച്ചിൽ കുറച്ച് പുറകോട്ടായതുകൊണ്ട് നമ്മൾ തെറാപ്പി കൊടുത്തിരുന്നു. ആദ്യം തൃശ്ശൂരായിരുന്നു പോയിരുന്നത്, പിന്നെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിർത്തി. പിന്നെ വടക്കേക്കാട് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളായി. 1.5 വർഷത്തിന് മേലായിട്ട് നമ്മൾ ഇവിടെയാണ് പോകുന്നത് കേട്ടോ. നല്ലവിധ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോഴേക്ക് സ്കൂൾ ഉച്ച വരെ ഉള്ളൂല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് തെറാപ്പിക്ക് 3 ദിവസം കൊണ്ടുപോകാറ്. ഇപ്പോൾ സംസാരമൊക്കെ ഓക്കെ, എന്നാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് നേരെ വലിശൻ്റെ വീട്ടിലോട്ട് പോയി. കുറേ ആയി കണ്ടിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പു ആണെങ്കിലും ചിണു ആണെങ്കിലും മാറി മാറി വിളിക്കലാണ്. അങ്ങനെ അവിടെ എത്തി കുളിച്ച് ഫ്രഷായി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ചെന്നാൽ ഉടനെ തന്നെ വല്യമ്മ ചോറ് എടുത്ത് വെച്ചിട്ട് വിളിക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ സ്നാക്സ് കഴിച്ചിട്ട് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചിനുവിനും അപ്പുചേട്ടനും കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച ചോക്ലേറ്റ് ഒക്കെ അവർക്ക് കൊണ്ട് കൊടുത്ത് അവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അടുക്കളയിൽ ഇരുന്നിട്ട് ചേച്ചിയുടെ അടുത്ത് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയോടെ പണി ചെയ്യാണ്. എൻ്റെ ജോലി അതൊക്കെയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നില്ലേ വലിയമ്മനായിട്ടോ ചേച്ചിനായിട്ടോ ഇങ്ങനെ കത്തി വെച്ചിരിക്കും. മക്കളാണെങ്കിൽ അപ്പൂൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കും കേട്ടോ. ചീനും ഉണ്ടാവും കൂടെ. പിന്നെ നൈബർ സ്വത്തും ഉണ്ടാവും കേട്ടോ. പിന്നെ അവർ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ റീൽസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവർ എൻ്റെ കൂടെ നിന്ന് ആക്ടൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞാലും കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓടി നടക്കും. അപ്പു നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല. അങ്ങനെ കുറേ അവർ സൈക്കിൾ മേൽ അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നു. ലോഡൊക്കെ വെച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പു 2 പേരിനെ മാറി മാറിയിട്ട്. പിന്നെ എൻ്റെ റീലെടുക്കലാണ്. അപ്പോൾ ഇത് അപ്പുവാണ് എടുത്തായിരുന്നു കേട്ടോ. ഞാൻ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിന്തയുടെ ആക്ടിങ് ആണ് കാണുന്നത്. പിന്നെ ചിനുവിന് കുറച്ച് വൈകിയായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത് അഭിനയിക്കാനായിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പും ചിന്തയും പൊപ്പയും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കട്ടൻ ചായ കുടിക്കൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു രസമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കുടിച്ചില്ലെങ്കിലും അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിരുന്ന് പഠിക്കലും കളിക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. പിന്നെ നമ്മൾ രാത്രി ഊണൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്നാക്സ് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. അത് കഴിക്കുകയാണ്. അപ്പോൾ വല്യമ്മ കൊണ്ടു കൊടുക്കുകയാണ്. ചേട്ടനേക്കാളും കാര്യം പണ്ടേ പൊപ്പയ്ക്ക് വല്യമ്മനെയാണ്, ചേച്ചീനെയാണ് കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അവർ പോയിരുന്ന് കളിക്കുകയാണ്. ഞങ്ങൾ കുറേ വൈകിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പള്ളിപ്പെരുന്നാളിനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചിനുവിന് ഇത്തിരി വയ്യായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇനി മഞ്ഞത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ കൂട്ടിയില്ല. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞങ്ങൾ പോരുന്ന റൂട്ട് അവിടെ പോയി. അഞ്ഞൂർ പള്ളിപ്പെരുന്നാളിന് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ലൈവൊക്കെ കൊടുത്തായിരുന്നു. എനിക്കാണെങ്കിൽ വെടിക്കെട്ടൊക്കെ പേടിയുള്ളതുകൊണ്ട് എനിക്ക് അപ്പു കരയുന്നുണ്ടായിരുന്നു വരുമ്പോൾ. പക്ഷേ കൊണ്ടുവരാൻ പേടിയാണ്, കാരണം അവരെല്ലാവരെയും കൂടി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരാരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അവർ പിറ്റേ ദിവസം പോയി എന്ന് പറഞ്ഞു. അവർക്ക് അടുത്താണല്ലോ. അങ്ങനെ ഞങ്ങൾ പള്ളിപ്പെരുന്നാളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്.
ഹസ്ബൻഡും ഞാനും മക്കളും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ, 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുമുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കൂടെ ഞാൻ ലൈവൊക്കെ എടുത്ത് നടന്നു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു, ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി. അങ്ങനെ മക്കൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. അത് ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്തു കേട്ടോ അവർ. പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എവിടെ പോയാലും എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ തീപ്പന്തം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം അടുത്തൊന്നും പോയി എടുത്തില്ല കേട്ടോ, കുട്ടികളുള്ളതുകൊണ്ടും ഫോണും ഒക്കെ പിടിച്ചിട്ട് എനിക്ക് പോകാൻ പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളുടെ അടുത്തൊക്കെ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, എന്നാലും ഞാൻ അത്ര അങ്ങോട്ട് അടുത്ത് പോയില്ല. പിന്നെ വെടിക്കെട്ടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല പേടിയുള്ള കാര്യം. അപ്പോൾ അടുത്ത വെടി പൊട്ടുന്നതിന് മുന്നേ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ ഇതാ ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ഒന്നെടുത്താൽ അത് മാറ്റി വേറെ എടുക്കും. അങ്ങനെ ആയിട്ട് ലാസ്റ്റ് 2 ഫോൺ എടുത്തിട്ട് പോന്നു കേട്ടോ, സൗണ്ടൊക്കെ വരുന്നത്. അങ്ങനെ ഇതൊക്കെയാണല്ലോ പൂരാണെങ്കിലും പള്ളിപ്പെരുന്നാളിലാണെങ്കിലും ഒരു രസം. അങ്ങനെ കുറച്ച് ഹൽവൊക്കെ വാങ്ങിച്ച് പോന്നു. അത്രയുള്ളൂ. ബൈ, സീ യു.